ജനാർദ്ദനക്കുറിപ്പാണ്. കുണ്ടലിയോഗവും വാശിയോഗവും പഞ്ചതത്വവും എന്നുള്ള പുസ്തകത്തിലെ സൃഷ്ടിവിധാനം ശാരദാ തിലകത്തിൽ പറയുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ശിവസ്തുതി. സച്ചിദാനന്ദ സ്വരൂപവും സകല ചരാചരങ്ങളും നിറഞ്ഞിരിക്കുന്നതും ശബ്ദബ്രഹ്മ സ്വരൂപമായി പറയപ്പെടുന്നതും അകാരം മുതൽ ക്ഷകാരം വരെ 50 അക്ഷരങ്ങളിലും വാക്കിലും പദത്തിലും അർത്ഥത്തിലുമായി വ്യാപിച്ചിരിക്കുന്നതും അക്ഷരസ്വരൂപമായി പ്രകാശിക്കുന്നതും ചരചരാത്മകവും ശബ്ദസ്പർശ രൂപമായി സർവ്വതും നിറഞ്ഞിരിക്കുന്ന ശബ്ദബ്രഹ്മമെന്ന് പറയപ്പെടുന്നതും ചന്ദ്രമണ്ഡല സ്ഥിതവുമായ ആ ശിവ തേജസ് നമ്മെ രക്ഷിക്കട്ടെ. ശ്രീ പാർവതി സ്തുതി. ത്രിലോകങ്ങൾക്കും മംഗളകാരിണിയും സൃഷ്ടി സ്ഥിതി സംഹാരകാരണ ഹേതുഭൂതയും ശിരസിൽ ചന്ദ്രക്കല ധരിച്ചവളും സർവമംഗളകാരിയുമായി മന്ദസ്മിതം തൂകുന്നവളുമായ ശക്തിസ്വരൂപിണിയായ ശ്രീ പരമേശ്വരി നമുക്ക് മംഗളം പ്രദാനം ചെയ്യട്ടെ. ഗുരുസ്തുതി. ജനന മരണാദി ദുഃഖ സമ്മിശ്രമായി ഈ ലോകസാഗരത്തെ കടക്കുന്നതിന് കാരണമായി മാർഗദർശിയായിരിക്കുന്ന സാക്ഷാൽ ശിവസ്വരൂപനായ ഗുരുവിൻ്റെ പാദങ്ങൾ നമസ്കാരം. ഗുരുവിൻ്റെ പാദധൂളികൾ ശിരസിൽ ധരിക്കുന്നത് അനേകം തീർത്ഥസ്നാനം കൊണ്ട് ലഭിക്കുന്ന പുണ്യത്തിനും ഐശ്വര്യത്തിനും സമമായിരിക്കുന്നു. ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം, ഗുരുചരണം ശരണം. തന്ത്രശാസ്ത്രം. മന്ത്രാധിഷ്ഠിതമായ പദസ്വരൂപം, അതിൻ്റെ അർത്ഥം, മന്ത്രദ്രഷ്ടാവായ ഋഷി, മന്ത്രം, മന്ത്രത്തിൻ്റെ ഉത്ഭവം, മന്ത്രം വഹിക്കുന്ന ഛന്ദസ്, മന്ത്രോദ്ധാരണം കൊണ്ട് സിദ്ധമാകുന്ന ദേവത, മന്ത്രസാധനാക്രമം, യന്ത്രലേഖന വിധി എന്നിവയെ ജ്ഞാനം, യോഗം, ക്രിയാചര്യ എന്നിങ്ങനെ 4 വിഭാഗമാക്കി വിശദമായി പ്രതിപാദിക്കുന്നതാണ് ശാസ്ത്രമാണ് തന്ത്രം. തന്ത്രശാസ്ത്രത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ശിവൻ്റെ നിർഗുണ സഗുണ ഭാവങ്ങൾ. സാക്ഷാൽ ശിവൻ പ്രകൃതി സംബന്ധമില്ലാതെ രൂപഭാവങ്ങൾക്ക് അതീതമായ സാക്ഷാൽ ജ്യോതിസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നതാണ് നിർഗുണഭാവം. ശക്തിസഹിതനായി മംഗളസ്വരൂപനായ രൂപഭാവങ്ങളോടെ പ്രകൃതി പുരുഷാത്മകമായ രൂപം, ഭാവം എന്നിവയോട് കൂടിയ ആകാരവിശേഷങ്ങളോടെ സകളമൂർത്തിയെ സ്ഥിതി ചെയ്യുന്നത് സഗുണഭാവമാവുന്നു. ബിന്ദു, നാദം, ബീജം എന്നിവയുടെ ഉത്ഭവം. ശ്രീ പരമേശ്വരൻ സകളഭാവത്തിൽ പൂർണ്ണസ്വരൂപനായി സച്ചിദാനന്ദ മൂർത്തിയായി വർത്തിക്കുമ്പോൾ ആ ഭാവത്തിൽ നിന്ന് നാദവും നാദത്തിൽ നിന്ന് ബിന്ദുവും ഉണ്ടായി. തുടർന്ന് ബീജവും ആവിർഭവിച്ചു. ശിവാത്മകവുമായ ബിന്ദുവും ശക്തിയാത്മകമായ ബീജവും ചേരുമ്പോൾ നാദമുണ്ടായി എന്ന് ചില ആഗമശാസ്ത്ര വിശാരദന്മാർക്ക് അഭിപ്രായമുണ്ട്. രുദ്രബ്രഹ്മ വിഷ്ണുമാരുടെ ആവിർഭാവം. ബിന്ദുവിൽ നിന്ന് രൗദ്രിയും നാദത്തിൽ നിന്ന് ജ്യേഷ്ഠാഭഗവതിയും ബീജത്തിൽ നിന്ന് വാമയും ഉണ്ടായി. ഇവരിൽ നിന്ന് യഥാക്രമം രുദ്രനും ബ്രഹ്മനും വിഷ്ണുവും ഉണ്ടായി. അക്ഷരങ്ങളുടെ ഉൽപ്പത്തി. രുദ്രജ്ഞാനവും ബ്രഹ്മവിച്ഛയും വിഷ്ണു ക്രിയാത്മകത്വവും കൈക്കൊണ്ടു. അഗ്നി, ചന്ദ്രൻ, സൂര്യൻ എന്നീ രൂപാത്മകമായി തീർന്ന ബിന്ദുവിൻ്റെ പുനർവിശ്ലേഷണം കൊണ്ട് വീണ്ടും നാദമുണ്ടായി. ഇതാണ് ശബ്ദബ്രഹ്മം. ഈ ശബ്ദബ്രഹ്മ ചൈതന്യം ചര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ അവസ്ഥകളിൽ ശബ്ദമായി അക്ഷരങ്ങളായി തീർന്ന് ഗദ്യപദ്യങ്ങളായി തീർന്നു. ഈ ബിന്ദാത്മകമായ ശിവൻ മഹാകാലനും കാലാത്മനും ജഗത് സാക്ഷിയും ആയ സദാശിവനായി തീർന്നു. സദാശിവനിൽ നിന്ന് ഈശ്വരനും പിന്നീട് രുദ്രൻ, വിഷ്ണു, ബ്രഹ്മാവ് എന്നിവരും ക്രമത്തിൽ ആവിർഭവിച്ചു. അഹങ്കാരത്തിൻ്റെ ഉൽപ്പന്നം. സൃഷ്ടിക്ക് മൂലകാരണമായ ബിന്ദുവിൽ നിന്നും ഉണ്ടായ തേജസ്സിൽ നിന്നും ഗുണാത്മകവും അന്ധകാരണാത്മകവുമായ ഒരു മഹത്വം ഉണ്ടായി ബുദ്ധിയിൽ ലയിച്ചു. ഈ മഹത്വത്തിൽ നിന്നും സൃഷ്ടിയുടെ ഭേദം കൊണ്ട് അഹങ്കാരമുണ്ടായി. അഹങ്കാരം വൈകാരികം, തേജസ്, ബുദ്ധി എന്നിങ്ങനെ 3 വിധം പ്രകാശിക്കുന്നു. വൈകാരികാഹങ്കാരത്തിന് 10 ദേവതകളുണ്ടായി. ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവതകൾ, വന്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, ബ്രഹ്മാവ് എന്നീ 10 ദേവതകൾ സാത്വിക ഗുണത്തിൽ നിന്നുണ്ടായി. തേജസ്, അഹങ്കാരം എന്നിവ ചേർന്ന് മനസ്സും. പഞ്ചമഹാഭൂത പഞ്ചതന്മാത്രകളുടെ യോഗം കൊണ്ട് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ജ്ഞാനം, ഇന്ദ്രിയങ്ങൾ എന്നിവയും ഉണ്ടായി. പഞ്ചതന്മാത്ര. 4. തമസ്, ആവരണം, വിക്ഷേപം എന്നീ 2 ശക്തികളാണ്. ആവരണം ഭയകമ്പാദികൾക്ക് കാരണമാകുന്നു. വിക്ഷേപം പലവിധ ദൃശ്യങ്ങൾക്കും കാരണമാകുന്നു. കാരണശക്തി എന്ന 1 ജനന മരണാദി വേദനകൾക്കും പഞ്ചതന്മാത്രകളെയും ഉണ്ടാക്കുന്നു. വിക്ഷേപശക്തിയിൽ നിന്നാണ് ശബ്ദതന്മാത്രയായ ആകാശവും, ആകാശത്തിൽ നിന്ന് സ്പർശതന്മാത്രയായ വായുവും, വായുവിൽ നിന്ന് രൂപവും, രൂപത്തിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് രസതന്മാത്രയായ ജലവും, ജലത്തിൽ നിന്ന് ഗന്ധതന്മാത്രയായ ഭൂമിയും ഉണ്ടായി. ആകാശം മുതലായ പഞ്ചഭൂതങ്ങൾക്ക് സാത്വികം, രാജസം, താമസം എന്നീ 3 അവസ്ഥകളുണ്ട്. സാത്വികം. ശബ്ദതന്മാത്രകളുടെ സാത്വിക സമഷ്ടി ഭാഗം ജ്ഞാനവും
സ്പർശ തന്മാത്രയുടെ സാത്വിക സമഷ്ടിഭാഗം മനസ്സും രൂപതന്മാത്രയുടെ സാത്വിക സമഷ്ടിഭാഗം ബുദ്ധിയും രസതന്മാത്രയുടെ സാത്വിക സമഷ്ടിഭാഗം ചിത്തവും ഗന്ധതന്മാത്രയുടെ സാത്വിക സമഷ്ടിഭാഗം അഹങ്കാരവും ശബ്ദ തന്മാത്രയുടെ സാത്വിക വ്യഷ്ടിഭാഗം ശ്രോത്രേന്ദ്രിയവും സ്പർശ തന്മാത്രയുടെ സാത്വിക വ്യഷ്ടിഭാഗം ത്വക്കിന്ദ്രിയവും രൂപതന്മാത്രയുടെ സാത്വിക വ്യഷ്ടിഭാഗം നേത്രേന്ദ്രിയവും രസതന്മാത്രയുടെ സാത്വിക വ്യഷ്ടിഭാഗം ജിഹ്വേന്ദ്രിയവും ഗന്ധതന്മാത്രയുടെ സാത്വിക വ്യഷ്ടിഭാഗം ഘ്രാണേന്ദ്രിയവും ആകുന്നു. ഇനി രാജസത്തെപ്പറ്റി നാളെ പറയാം.